നമോ ഹിമാലയ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു കണ്ണേറിനുള്ള ഒരു റിച്വലാട്ടോ. കണ്ണേറ്, രാക്ക്, പിന്നെ ഇവിളായ കണ്ണുകളൊന്നും തന്നെ നമ്മുടെ കൂടോത്രം അങ്ങനത്തെ എല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എനർജി ലോസ് ഫീൽ ചെയ്യും, ഭയങ്കര ടയേർഡ് ഫീൽ ചെയ്യും. നിങ്ങൾക്കറിയാലോ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റർബൻസ്. അതിനുള്ള ഒരു പരിഹാരം കേട്ടോ. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ബേ ലീഫ് ഇല്ലേ, ബേ ലീഫ് വേണം. ബേ ലീഫ് 1, 2, 3 എടുക്കാം. ഞാൻ 3 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ കർപ്പൂരം, അത് പച്ചക്കർപ്പൂരാണെങ്കിലും ഒത്തിരി നല്ലത് കേട്ടോ. പച്ചക്കർപ്പൂരം ഇത് നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുക, പൂജാ സ്റ്റോറിലാണ് കിട്ടുക പച്ചക്കർപ്പൂരം. അതൊരു കഷ്ണം മതി. പിന്നെ 8 ക്ലോവ്, 8 അല്ല 7 ഈ സാധനം ക്ലോവില്ലേ, ഇതൊരു 7 നമ്മൾ 7 റെപ്രസെന്റ്, നമ്മൾ 7 ചക്രാനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് 7 ക്ലോവ് എടുക്കുന്നത്. എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി കത്തിക്കണം, ബേൺ ചെയ്യണം. ഇത് ചെയ്യുന്ന സമയം സാറ്റർഡേസ് 6 മണിൻ്റെയും 8 മണിൻ്റെയും ബിറ്റ്വീൻ ആയിട്ടാണ് ചെയ്യേണ്ടത്. സാറ്റർഡേ ചെയ്താൽ ഇതിന് കൂടുതൽ എഫക്റ്റ് ആവുക. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ട ആവശ്യമില്ല, മന്ത്ലി വൺസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മന്ത്ലി 2 ചെയ്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, കണ്ണറിന്റെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ പുറത്തെവിടെയും പോയി ഒരു കല്യാണ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് കണ്ണറുണ്ടെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം തന്നെ ചെയ്യാം. ബട്ട് നല്ല ടൈം 6 to 7 അടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടൈം. ഓക്കെ, അതിന്റെ കൂടെ ഒരു സാധനം കൂടി വേണം, സംതിങ് പേഴ്സണൽ, നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സാധനം, എന്തെങ്കിലും നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള വേണം. അതിന് ബെറ്റർ ഇസ് ഒരു ചെറിയ പീസ് ഓഫ് ഹെയർ. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം ഹെയർ കട്ട് ചെയ്യുന്നുണ്ട്, ചെറിയ ഒറ്റൊരു മുടി. ഇതും കൂടി എല്ലാം ഇട്ടിട്ട് വേണം ബേൺ ചെയ്യാൻ. സോ ബേൺ ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും സ്റ്റീലിൻ്റെ പ്ലേറ്റോ അങ്ങനത്തെ എന്തെങ്കിലോ സംഭവം എടുത്താൽ മതി. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ്, പിക്ചേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ സംഭവം എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ മുടി ഇടുക. ആൻഡ് ഓൾസോ 7 ക്ലോവ് 7 ഉണ്ട് എടുത്തിട്ടുണ്ട്. 7 ക്ലോവ്, കർപ്പൂരം, പിന്നെ നമ്മളെ ബേ ലീഫ് ഇട്ടിട്ട് വേണം ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നമുക്കിത് ബേൺ ചെയ്യാം. ബേ ലീഫ് 1, 2, 3 എടുക്കുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ ഇത് മൊത്തത്തിൽ അങ്ങ് ബേൺ ആയി കിട്ടും. ഒറ്റ ഇല എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു 3 ഇല എടുക്കുന്നത് നല്ലത്. അപ്പം ബേൺ ചെയ്യുമ്പോൾ നിങ്ങൾ ആ തീയിലേക്ക് നോക്കിയിട്ട് വിഷ്വലൈസ് ചെയ്യണം നിങ്ങളിലുള്ള എല്ലാ ഈവിളായും നെഗറ്റിവിറ്റിയും, അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കിന്റെ എഫക്ട് നിങ്ങൾ ഓറയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ബേൺ ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. എല്ലാം ബേൺ ചെയ്ത് പോട്ടെ. ഓക്കെ, ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് സൗകര്യമാവും കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ റിച്വൽസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്തു. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവനിത് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് ഇനി ഇത് തണിയുന്നവരെ അങ്ങനെ തന്നെ വെക്കുക. വെച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പറിൻ്റെ അകത്ത് ഈ ആഷസ് തേച്ചിടുക. ടിഷ്യൂ പേപ്പർ ചുട്ടിട്ട് ഒന്നിക്കും നിങ്ങൾക്ക് ക്ലോസറ്റിൻ്റെ അകത്തിട്ട് ഫ്ലഷ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ഇടുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ വീടിന്റെ ബാക്ക് സൈഡിൽ കിച്ചൺ വേസ്റ്റിൽ ഇടുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, ഒന്നിക്ക് അവിടെ നിങ്ങൾക്ക് ഡംപ് ചെയ്യാം. ഇല്ലെങ്കിൽ പബ്ലിക് വേസ്റ്റ്, ഈ 3 സ്ഥലങ്ങളാണ് പറയുന്നത്. പബ്ലിക് വേസ്റ്റിൽ നമ്മളിത് പാക്ക് ചെയ്തിട്ട് പോയിട്ട് പബ്ലിക് വേസ്റ്റ് ഇടുന്നതിനെക്കാട്ടും നല്ല ഒന്നിക്കും നമുക്ക് ബാത്റൂം ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളെ കിച്ചൺ വേസ്റ്റ് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കളഞ്ഞാൽ മതി. ഇങ്ങനെ ചെയ്യേണ്ടത് നല്ലൊരു റിലീഫ് ഉണ്ടാവും. നെഗറ്റീവ് എനർജീസ് ഈ നെഗറ്റീവ് എനർജീസ് എല്ലാം വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര വീക്കാവും. നമുക്ക് ഒരു കാര്യം ഇല്ലാണ്ട് നമുക്ക് ഒരു ടെൻഷൻ വരാം, ഒരു വിഷമം വരാം. പിന്നെ എനർജി വൈസ് നമ്മൾ വളരെ ലോ ആയിരിക്കും. ഒന്നും ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവില്ല, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതല്ലാതെ ഈ എനർജി നമ്മൾ ബാഡ് എനർജി ഓർ അട്രാക്ട് ചെയ്താലുള്ള കുഴപ്പം. സോ ഇങ്ങനെ ചെയ്യേണ്ടത്, ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പൂജാമുറിന്നോ വീട്ടിന്റെ അകത്തുനിന്നോ ചെയ്യാണ്ട് പുറത്ത് വെളിയിൽ വന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാ ഞാൻ പുറത്തിരിക്കുന്നത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. മഴയുണ്ട്, നല്ല ഒച്ചയുണ്ട്, കറക്റ്റ് സമയത്ത് മഴയും വരും. സോ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെ ചെയ്താൽ മതി. സാറ്റർഡേ ചെയ്താൽ ഒത്തിരി നല്ലതാണ്. അതിൻ്റെ നല്ല എഫക്റ്റ് വേഗത്തിൽ നിങ്ങൾക്ക് കിട്ടും.
ഇനി അതല്ല സാറ്റർഡേ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, വേഗം തന്നെ നിങ്ങൾക്ക് റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേ ദിവസം തന്നെ ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. നമോ ഹിമാലയ.